അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യത്തെക്കാൾ ഉപരി അതിനെക്കുറിച്ച് അറിയാനുള്ള ഭാഗ്യം കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. ഇനി ചെറിയൊരു 1-2 കാര്യം കൂടി സൂചിപ്പിച്ചു. നമ്മള് ജ്ഞാനത്താൽ ഭൂമിയിലെ സകല ജീവലോകവും പ്രാണന് വേണ്ടി കൈകൂപ്പി തൊഴുതു നിൽക്കേണ്ട ഇടമാണ് ഈ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ആ ജില്ലയിലെ 156 ഏക്കർ മറ്റാണ് അതിന്റെ വിസ്തൃതി. ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിന്റെ അത്രയും ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. അതായത് ഭൂമിയിലെ വൃക്ഷലോകം ഒരുക്കുന്ന പാൽക്കടൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം, പാലാഴി എന്ന് പറയുന്നത് വായുവിനെയാണ് പാലാഴി എന്ന് പറയുന്നത് കേട്ടോ മോഹൻജി. ഓക്സിജൻ കണ്ടുള്ള സത്വഗുണമുള്ള വായുവിന്റെ പേരാണ് പാലാഴി എന്ന് പറയുന്നത്. അത് വൈഷ്ണവ ശക്തിയാലാകുന്നു. വൈഷ്ണവ ശക്തിയുടെ വൈഭവമാണ് പാലാഴി. വായുവിനെ പാലാഴി ആക്കുന്നത് വൈഷ്ണവമാണ്, വൃക്ഷലോകമാണ്, ഹരിതലോകമാണ്. ആ പാൽക്കടലാകുന്ന ആ പാലാഴിയുടെ സ്വർഗത്തിന്റെ കവാടം ഏതാണെന്ന് ചോദിച്ചാൽ പരമപദവാസൽ. അത് ഈ വൈകുണ്ഠലോകമാകുന്നു. ഈ അതെ, പരമപദ വാസൽ എന്ന് പറയും. ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും മധ്യേ സസ്യലോകം, ഇന്ദ്രജാലം തീർക്കുന്ന, ഇന്ദ്രലോകം ചമയ്ക്കുന്ന അത്രയും ഗംഭീരമായിട്ടുള്ള വായുമണ്ഡലത്തെ സത്വഗുണമുള്ള മണ്ഡലമാക്കി ഇന്ദ്രഗുണമുള്ളതാക്കി മാറ്റുന്ന ആ ഇടമാണ് ഈ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം. അപ്പൊ അവിടെ അതെങ്ങനെയാണ് ജനിക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇനി അധികം മുന്നോട്ട് പോയാലും അത് എല്ലാം കൂടി ഓർത്തിരിക്കില്ല. ഇല്ല, ഇപ്പൊ ഒരു ധാരണയില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ഒരു ധാരണയായല്ലോ. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വൈഭവം കാവേരിയാണ്. ഭൂമി പ്രാണവായു ഒന്നായി ഒഴുകി പാൽക്കടൽ തീർക്കുവാനായിട്ട് കാവേരി നദി, ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ, ഞാൻ ശ്രദ്ധിച്ച് പറഞ്ഞാലും അത് മനസ്സിലാവുള്ളൂ. കാവേരി നദി പ്രകൃതിയുടെ തിരുനെറ്റിയിലെ മുടിയെ രണ്ടായി പകുത്ത്, ഒരുപോലെ രണ്ടായി പകുത്ത്, 2 ജീവലോകത്തിന് വേണ്ടി ദിവ്യമായ ജ്ഞാനത്തിന്റെ ദ്രാവിഡ ദേശം തീർക്കുന്നു. നമ്മളെങ്ങനെയാണോ സ്ത്രീകള് മുടി രണ്ടായിട്ട് 2 സൈഡിലേക്കും പകുത്തിടുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. കാവേരി നദി ജീവലോകത്തിന് വേണ്ടിയിട്ട് മുടിയെ 2ആയി പകുത്തിട്ടിട്ട് ആ തിരുനെറ്റിയിലൂടെ ഒഴുകി എത്തുന്ന ആ തിരുനെറ്റി പോലത്തെ സ്ഥലമാണ് ദ്രാവിഡ ദേശം എന്ന് പറയുന്ന ദേശം. ഒന്നും കൂടി മനസ്സിലാക്കണം, ഒരു ശ്രീഭാവനയിൽ കാണുന്നത്. കാവേരി നദി പ്രകൃതിയുടെ തിരുനെറ്റിയിലെ മുടിയെ 2ആയി ഒരുപോലെ 2 ജീവലോകത്തിന് വേണ്ടിയിട്ട് ദിവ്യമായ ജ്ഞാനത്താൽ പകത്ത് ദ്രാവിഡ ദേശം ഒരുക്കുന്നു. സപ്തദേശത്തിന്റെയും ചൈതന്യത്തെ നിലനിർത്തുവാനായിട്ട്, ശ്രീരംഗത്തെ നിറയ്ക്കുവാനായിട്ട്, ശ്രീരാഗത്തെ നിറയ്ക്കുവാനായിട്ട് പ്രകൃതിയുടെ നെറുകയിലെ ആ തിരുനെറ്റിയിലെ കാവേരി ശ്രീരംഗപ്പൊട്ട് തൊടുന്നു. ശ്രീരംഗപ്പൊട്ട് കണ്ടിട്ടില്ലേ? ഗോപിപ്പൊട്ട്. അതുപോലെയാണ് ഈ 156 ഏക്കർ വരുന്ന സ്ഥലം ഇരിക്കണേ, ഗോപിപ്പൊട്ട് പോലെ. അതുകൊണ്ടാണ് സ്ത്രീകള് തിരുനെറ്റിയില് സിന്ദൂരം തൊടുന്നത്. സിന്ദൂര പൊട്ട് നടുന്നത് ശ്രീരംഗ ദ്വീപിനെ വരയ്ക്കുന്നതിന് തുല്യമാണ്. മുടി 2ആയി പകുത്തിടുന്നത് ശ്രീരംഗ പ്രതീകമാണ്. സ്ത്രീകള് കുങ്കുമപ്പൊട്ട് തൊടുന്ന പോലെ തന്നെയാണ് പുരുഷന്റെ പേരിന് മുന്നേ സ്ത്രീ ചേർക്കുന്നതും. സ്ത്രീ ചേർക്കുന്നത് പുരുഷന്മാരെന്നറിയോ? ശ്രീരംഗ ഗോപുരം ഉണ്ടല്ലോ, രാജഗോപുരം, അത് തിരുനെറ്റിയിലങ്ങ് വരയ്ക്കും മേലോട്ട്. പുരുഷന്മാര് ചന്ദനം തൊടുന്നത് എങ്ങനെയാണ്? സിന്ദൂരം തൊടുന്നത് എങ്ങനെയാണ്? മേലോട്ടല്ലേ? അല്ലേ? അത് ശ്രീരംഗത്തിന്റെ രാജഗോപുരത്തിന്റെ പ്രതീകമാണ്. അപ്പോ എത്രമാത്രം നമ്മുടെ ഭാരതീയ ദർശനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരിടത്തേക്കാണ്, സാക്ഷാൽ വൈകുണ്ഠനാഥന്റെ ആ സന്നിധിയിലേക്കാണ്, ആ സ്വർഗവാതിലിലേക്കാണ് അങ്ങ് ചെല്ലുന്നത് എന്ന് ഒന്ന് വെറുതെ ഇരുന്നൊന്ന് ആലോചിക്കുക. ഉറക്കം വരില്ല, അവിടെ ചെല്ലുന്നവര് ഉറക്കം വരില്ല. ഇനി ബാക്കിയുള്ളത് എപ്പോഴാന്ന് വെച്ചാൽ ചോദിച്ചോ. ഓരോന്നെ ചോദിക്കുമ്പോഴാണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങേക്ക് മനസ്സിലാകുമ്പോ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. നല്ല വലിയ ഭാഗ്യമാണ്. എന്താ ഞാൻ പറയണ്ടേ, എനിക്കറിയില്ല അങ്ങയോട് എന്താ പറയണ്ടേ. അതായത് ദ്രാവിഡ ദേശത്തിന്റെ
ഈ ദിവ്യമായിരിക്കുന്ന അവസ്ഥയ്ക്ക് സപ്തഭൂഖണ്ഡങ്ങളെയും സമുദ്രോപരിതലത്തിൽ ഉയർത്തി നിർത്തുന്നതിന് കാരണമായിരിക്കുന്ന ദേശം ദ്രാവിഡ ദേശമാണ്, പഞ്ചദ്രാവിഡ ദേശമാണ്, ഭാരതഖണ്ഡമാണ്. ഈ ഭാരതഖണ്ഡത്തിന്റെ ഭാരൻ എന്ന് പറയുന്നത്, സർവ രംഗത്തിനും കാരണമായിരിക്കുന്ന രംഗനാഥൻ എന്ന് പറയുന്നത്, ജീവനകലയെ ജനിപ്പിക്കുന്ന അരങ്ങേറുന്ന ഇടം എന്ന് പറയുന്നത്, സസ്യലോകം ആദ്യമായി ലോകത്ത് ഭൂമിയിൽ ജനിച്ച ഇടം എന്ന് പറയുന്നത് ഈ ശ്രീരംഗനാഥത്താണ്. ഈ കാവേരിയുടെ സാക്ഷാൽ തിരുവരങ്ങാണല്ലോ. അതെ, ആ തിരുവരങ്ങ് ഒരുക്കിയിരിക്കുന്നത് കാവേരിയാണ്. അത് സഹ്യാദ്രിയുടെ സഹായത്താലാണ്. അതാണ് പശ്ചിമഘട്ടത്തിന്റെ വൈഭവം. പശ്ചിമഘട്ടത്തിന്റെ മൂലാധാരത്തിൽ നിന്നും, അതായത് ബീജകുംഭ സംഭവസ്ഥാനം എന്ന് പറയുന്ന അഗസ്ത്യകൂടത്തിൽ നിന്നും ജീവകുംഭ സംഭവസ്ഥാനം എന്ന് പറയുന്ന ശബരിമലയിൽ നിന്നും എല്ലാം എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത് എന്ന് പറയുന്ന ചരിത്രത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചെത്തുന്നത്. ഹൃദയത്തിലേക്ക് ഇന്ന് മനസ്സുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായിരുന്നു. മനസ്സുകൊണ്ട് എത്തിയിരിക്കുക. ഇനി അത് നാളെ ശരീരം കൊണ്ടും കൂടി എത്തുമ്പോഴാണ് ഭാഗ്യം. തീർച്ചയായിട്ടും ആ ഭാഗ്യം അനുഭവിക്കാൻ കഴിയട്ടെ. ആ ശ്രീരംഗനാഥ പെരുമാളിന്റെ, രാജരാജ പെരുമാളിന്റെ സന്നിധിയിലേക്ക് അങ്ങയ്ക്ക് ചെല്ലുവാനും ആ ദർശനം കിട്ടുവാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അതോടുകൂടി, ആ ദർശനത്തോടുകൂടി ഉണ്ടാകും. അതാണ് സർവ്വദുഃഖങ്ങളെയും മാറ്റുവാനുള്ള ശേഷി ശ്രീരംഗനാഥനുണ്ട്. അത്രയും പവർഫുള്ളാണ്. ലോകത്തിൽ ഇതുപോലൊരിടം ഇവിടം മാത്രമേ ഉള്ളൂ. ഈ ദ്രാവിഡ പീഠത്തിൽ മാത്രമേ ഉള്ളൂ, ദ്രാവിഡ ദേശത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തമിഴ്നാടിന്റെ ആ വൈഭവം. ആദ്യ ഭാഷയുടെ നാടാണ്, ആദ്യ ജനതയുടെ നാടാണ്. അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നന്ദിയോട് നന്ദി പറയണമെന്ന്. ആ നന്ദി ആണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും. ആയിക്കോട്ടെ, സന്തോഷം. ഒരുപാട് സന്തോഷം. നമസ്കാരം.